സാർ ഇപ്പോൾ മാർക്കറ്റിൽ ലാബ് ഗ്രോൺ ഡയമണ്ട്സിനെ പറ്റി കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ സാർ അതിനെ പറ്റി ഒന്ന് പറയാമോ? ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ലാബ്രോ ഡയമണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നാച്ചുറൽ ഡയമണ്ട്സിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് നാച്ചുറൽ ഡയമണ്ട്സ്? ഇറ്റ്സ് എ കാർബൺ. ബേസിക്കലി ഈ കാർബൺ നമ്മുടെ ഇന്നർ ക്രസ്റ്റിൽ, വേൾഡിൻ്റെ ഇന്നർ ക്രസ്റ്റിൽ അതിൽ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും കൂടി ഡെവലപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഡയമണ്ട് ഉണ്ടാവുന്നത്. അതെടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഓർണമെന്റ്സിൽ കാണുന്ന ഡയമണ്ട്സ് ആവും. ഇതേ പ്രോസസ്സുമായി നമ്മൾ ലാബിൽ ഉണ്ടാവുകയാണ്. നമ്മൾ ഡയമണ്ട് സീഡ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ് ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. അതും ഇതേമാതിരി ടെമ്പറേച്ചർ ഹീറ്റൊക്കെ അപ്ലൈ ചെയ്തിട്ട്. ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി, നമ്മളൊരു നാച്ചുറൽ ഡയമണ്ട്സ് എടുക്കുമ്പോൾ അതിൽ നമ്മൾ എൻവയോൺമെന്റിൽ അഗേൻസ്റ്റ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാബ് ഗ്രോൺ ഡയമണ്ട്സിൽ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത ഒരു നാച്ചുറൽ ഡയമണ്ട്സ് ഉണ്ടാവുന്നത് ഇത് നമുക്ക് ഒരു 1 മന്തിൽ ഒരു ഡയമണ്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ ഇതിൽ വരികയാണെങ്കിൽ 20% ഓഫ് ദ കോസ്റ്റേ ഉള്ളൂ നമുക്ക് നാച്ചുറൽ ഡയമണ്ട്സ്. അപ്പോൾ യു ക്യാൻ ഹാവ് എ ലോട്ട് ഓഫ് സ്കോപ്പ്. എല്ലാവർക്കും ഇതിലുണ്ട്. നമുക്ക് ഏതൊരു സാധാരണക്കാരും ഡയമണ്ട്സിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിന് അടുത്തൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന ജ്വല്ലറി ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോകുന്ന ഒരു വലിയ മാറ്റമാണ് ലാബ് ഗ്രോൺ ഡയമണ്ട്സ്.